Hello everyone. അപ്പോൾ 2025 കീം എക്സാമിന് വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. സോ ഇനി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഡോക്യുമെന്റ്സിന്റെ ആവശ്യകതയുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. സോ നിങ്ങൾ എന്തായാലും രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ SSLC സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, നേറ്റിവിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഈ 3 സർട്ടിഫിക്കറ്റിലും മസ്റ്റായിട്ടും നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇവർ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഫോട്ടോയും സിഗ്നേച്ചറും. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, അപ്ലോഡ് ചെയ്യാനായിട്ട്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 6 മാസത്തിനകം എടുത്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് തന്നെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം റിസർവേഷൻ കാറ്റഗറീസ് ഉണ്ട് അല്ലേ? സോ ഇപ്പോൾ വിവിധ റിസർവേഷൻ കാറ്റഗറിയിൽ പെട്ടവർ നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, നമ്മളിപ്പം SC/ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നോൺ ക്രീമി ലെയർ കാറ്റഗറിയിലുള്ള കുട്ടികൾ ആ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മൈനോറിറ്റി വിഭാഗത്തിലുള്ള ആൾക്കാർ EWS സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ ആ സർട്ടിഫിക്കറ്റുകളും കയ്യിൽ കരുതേണ്ടതാണ്. അതോടൊപ്പം തന്നെ NRI കോട്ടയിലുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഈ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ സ്പോൺസറുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും അതോടൊപ്പം തന്നെ വിസ, ദെൻ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയും കയ്യിൽ കരുതേണ്ടതാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡുകൾ ചെയ്യാൻ നിങ്ങൾക്ക് മാർച്ച് 15 വൈകുന്നേരം 5 മണി വരെ സമയം നൽകിയിട്ടുണ്ട്. സോ അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. സോ അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം മാതൃക നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ ഈ മാതൃക അനുസരിച്ച് തന്നെ ആയിരിക്കണം സർട്ടിഫിക്കറ്റുകൾ വാങ്ങേണ്ടതും അപ്ലോഡ് ചെയ്യേണ്ടതും. സോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റുകളെല്ലാം കയ്യിൽ കരുതി രജിസ്ട്രേഷൻ നടപടികളെ കംപ്ലീറ്റ് ചെയ്യുക.